പേരാവൂരിലും കേരളത്തിലും LDF ജയിക്കുമെന്ന CPM കേന്ദ്ര കമ്മിറ്റി അംഗവും സ്ഥാനാർത്ഥിയുമായ KK ശൈലജ. പേരാവൂരിൽ 3000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ താൻ ജയിക്കും. 75 മുതൽ 80 സീറ്റ് വരെ LDFന് കിട്ടുമെന്നും KK ശൈലജ 24 പ്രതീക്ഷ പ്രകടിപ്പിച്ചു. അജി ജയകുമാർ കണ്ണൂരിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു. കേരളത്തിലെ ഏറ്റവും ശക്തമായ മത്സരം നടന്ന മണ്ഡലങ്ങളിലൊന്നാണ് കണ്ണൂരിലെ പേരാവൂരിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജ 24 ന്യൂസിനോടൊപ്പം ചേരുകയാണ്. ടീച്ചറെ, ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. അവസാനവട്ട പ്രതീക്ഷകൾ എങ്ങനെയാണ്? കണക്കുകൂട്ടലൊക്കെ നടത്തിയപ്പോൾ എങ്ങനെയാണ് കരുതുന്നത്? എത്ര വോട്ട് കിട്ടും, എത്ര ഭൂരിപക്ഷം കിട്ടും, ജയിക്കാനാകുമോ? പേരാവൂർ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ കാൽക്കുലേഷൻ. അത് ചിലപ്പോൾ ഒരു 3000-ന് മേലെ വോട്ടിന് ആവാം എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങളുടെ ഒരു കാൽക്കുലേഷനിൽ കാണുന്നത്. ബാക്കി വോട്ടെണ്ണി കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. എന്തൊക്കെയാണ് LDFന് അനുകൂലമായിട്ട് മാറിയ ഘടകങ്ങളെന്നാണ് വിശ്വസിക്കുന്നത്? ഇപ്പോൾ കേരളത്തിലുടനീളം പറയാമെങ്കിൽ 10 വർഷത്തെ വികസന പ്രവർത്തനവും ക്ഷേമ പ്രവർത്തനവും തന്നെയാണ്. പൊളിറ്റിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ LDFന് മാത്രമേ വോട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എക്സിറ്റ് പോളുകളൊക്കെ സംസ്ഥാനത്ത് ഭരണം മാറ്റം വരുമെന്നുള്ള പ്രവചിക്കുന്നുണ്ടെങ്കിലും മണ്ഡലാടിസ്ഥാനത്തിൽ പേരാവൂരിനെ കുറിച്ചൊന്നും അധികമൊന്നും പറയുന്നില്ല. കാരണം അത്രയും ശക്തമായ മത്സരം നടക്കുന്നുള്ളതാണ്. എന്താണ് ഈ എക്സിറ്റ് പോളിനെ കുറിച്ചിട്ടൊക്കെ പറയാനുള്ളത്? അതായത് മട്ടന്നൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ഞാൻ പരാജയപ്പെടുന്നു പറഞ്ഞ മീഡിയ ഉണ്ടായിരുന്നു, എക്സിറ്റ് പോളും ഉണ്ടായിരുന്നു. വളരെ ബലാബലമാണ്. ഒരു 1500 പിന്നേറെ വോട്ടിന് ശൈലജ ടീച്ചർ പരാജയപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞെടുത്ത് 60,000 വോട്ടിന് ഞാൻ മട്ടന്നൂർ ജയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എക്സിറ്റ് പോൾ പൂർണ്ണമായിട്ടും വിശ്വസനീയമല്ല എന്നുള്ളതാണ് തോന്നിയിട്ടുള്ളത്. എന്നാൽ ചിലപ്പോൾ ചില മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനൊക്കെ നടത്തുമ്പോൾ അതിന് ഏകദേശം അടുത്തുള്ള റിസൾട്ട് ചിലർ പ്രവചിച്ചത് കിട്ടാറുണ്ട്. ഇപ്പോൾ ജനവിധിയാണ്, സ്വാഭാവികമായിട്ടും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും റിസൾട്ട് ഉണ്ടായേക്കാം. അങ്ങനെയാണെങ്കിൽ ടീച്ചർ നിയമസഭയിൽ ഉണ്ടാകണം എന്നുള്ളൊരു ഉറപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ടീച്ചറിനെ മണ്ഡലം മാറ്റേണ്ടായിരുന്നില്ല എന്ന് ചില ആളുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. മട്ടന്നൂരിൽ നിന്ന് ടീച്ചർ മത്സരിച്ച് നിയമസഭയിൽ ഉണ്ടാകണം എന്ന് പാർട്ടി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ടീച്ചറിന് അത്തരത്തിലുള്ള ആളുകൾ പറയുന്നതിനോട് അങ്ങനത്തെ പ്രതികരണത്തോട് എന്താ? അങ്ങനെ ധാരാളം പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഒരു തീരുമാനം എടുത്തത് 2 ടേം തുടർച്ചയായി അസംബ്ലിയിൽ ഉണ്ടായിരുന്ന ഒരു MLA അവർ മത്സരിച്ചിട്ടുള്ള മണ്ഡലം പാർട്ടി ഉറപ്പായിട്ടും ജയിക്കുമെന്ന് ഉറപ്പുള്ള മണ്ഡലമാണെങ്കിൽ ഇത്തവണ അവിടെ പുതിയ ആളെ കൊണ്ടുവരണമെന്നാണ്. ഇതെല്ലാം വെച്ചുകൊണ്ട് പരിശോധിച്ച് ടീച്ചർ അവിടെ മത്സരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ KPCC പ്രസിഡന്റിനെതിരായിട്ട് പാർട്ടിയുടെ ഒരു ശക്തമായിട്ടുള്ളൊരു കാൻഡിഡേറ്റ് നിന്ന് മത്സരിക്കണം എന്നാണ് നമ്മൾ തീരുമാനിച്ചത്. അങ്ങനെയാണ് ഞാൻ പേരാവൂരിൽ സ്ഥാനാർത്ഥിയാവുന്നത്. അതുകൊണ്ട് എനിക്ക് അതിൽ അത്തരത്തിലുള്ള പ്രചരണങ്ങളിലൊന്നും യാതൊരു തരത്തിലുള്ള കഴമ്പുമില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ അത് നേരത്തെ തന്നെ ജനങ്ങളോടും പറഞ്ഞിട്ടുണ്ട്, ജനങ്ങളത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. UDF ആകട്ടെ വോട്ടെണ്ണൽ കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ മുഖ്യമന്ത്രി ആയിരുന്നുള്ള ചർച്ചയൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. പലരും അവരുടെ അവകാശവാദങ്ങളൊക്കെ ആയിട്ട് രംഗത്തെത്തിക്കഴിഞ്ഞു. അപ്പോൾ അവരുടെ ഒരു സമീപനത്തോട് എന്താ പറയാനുള്ളത്? എങ്ങനെയാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളതാണ്. ചിലപ്പോൾ അവർ ജയിച്ചേക്കാം, ചിലപ്പോൾ തോറ്റേക്കാം. പക്ഷേ ജയിച്ച് ജനങ്ങളുടെ ജനവിധി അറിഞ്ഞതിന് ശേഷമാണ് മുഖ്യമന്ത്രിയെക്കുറിച്ചൊക്കെ ആലോചിക്കുക. അതാണ് അതിൻ്റെ സ്വാഭാവിക രീതി. ഓരോ വിഭാഗവും ഇന്നയാൾ മുഖ്യമന്ത്രിയാവണം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അതൊക്കെ ഒരു നല്ല ജനാധിപത്യ ബോധമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുണ്ടാവുന്ന രീതിയല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അവരുടെ ഇഷ്ടം, അതാണ് ശരിയെങ്കിൽ അവരങ്ങനെ പറയട്ടെ. എല്ലാവിധ ആശംസകളും ടീച്ചറെ. താങ്ക് യു. 3000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പേരാവൂർ തവണ പിടിച്ചെടുക്കും എന്നുള്ളതാണ് KK ശൈലജ പറയുന്നത്. മട്ടന്നൂരിൽ നിന്നും അജി ജയകുമാർ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.